ത്തിലേക്ക് കൂടി മലപ്പുറം ജില്ലയിൽ ഏറ്റവും ഒടുവിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂർ മണ്ഡലത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞോ എന്നറിയാം. അരിയാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചപ്പോ അദ്ദേഹത്തിന്റെ MLA പദവിയിലെ ഹണിമൂൺ പീരീഡ് ആണ്. ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സ്കോർ നോക്കാം. അരിയാടൻ എത്ര മാർക്ക്? 69.69. ഗുഡ് സ്കോർ. സ്വാഭാവികമായിട്ട് ആ മണ്ഡലത്തിന്റെ സ്വഭാവം 25,000-ൽ പരം ഒരു മാസങ്ങൾക്ക് മുമ്പ് ജയിച്ച അതാണ്. നല്ല മികച്ച സ്കോറാണ്. 69.9 എന്ന് പറയുമ്പോൾ ആരും അതിൽ അപ്രതീക്ഷിതമായി ഒന്നും കാണുന്നില്ല. പുതിയ MLA, പുതിയ കാര്യങ്ങൾ. അതിനു മുമ്പ് അവിടെ ഒരു MLA ഉണ്ടായിരുന്നു. ഇരുത്താൻ സമയം കിട്ടിയിട്ടില്ല. വളരെ ചെറിയ ടൈമിൽ കിട്ടിയിട്ടുള്ളൂ. അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും. മാത്രമല്ല അരിയാടന്മാർ നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂരിന്റെ ഒരു സിനോണിമാണ്. 69 മികച്ച സ്കോറാണ്. അതായത് ഒരു വെരി ഗുഡ് പെർഫോമൻസ് എന്ന രീതിയിൽ ആൾക്കാർ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ കരുതുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാം. നിലമ്പൂർ മണ്ഡലത്തിൽ UDF 55.88, LDF 38.12, വളരെ പുറകെയാണ്. NDA 6%, ലീഡ് 17.76% ലീഡാണ് മണ്ഡലത്തിൽ UDF-നുള്ളത്. കംഫർട്ടബിൾ ആയിട്ട് മണ്ഡലം നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് ഈ സൂചന. ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് ജയിക്കാൻ ഉപതെരഞ്ഞെടുപ്പിന്റെ അതേ സിനാരിയോ നിലനിൽക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി ഗ്ലാമർ പോരാട്ടമായിരുന്നു, പക്ഷേ വളരെ അനായാസം പൂ പോലെ അല്ലെ അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് നിലനിർത്തും നിലമ്പൂർ എന്നുള്ളതാണ്. നിലമ്പൂരിൽ വലിയ മത്സരത്തിന് സ്കോപ്പ് കാണുന്നില്ല. 17.76 എന്നുള്ളത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു വ്യത്യാസമാണ്. അത്രയും വലിയ ആധികാരികമായ മേൽക്കൈ നിലമ്പൂരിൽ UDF-നുണ്ട് എന്ന് തോന്നുന്നു.